പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയും. എന്താ പറയുന്നത്? ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുമ്പോഴേ പറയുന്ന പരാതി ഇതാണ്: എനിക്ക് ഒന്നും ചെയ്യാവുന്നില്ല, കടബാധ്യതയാണ്, ഞെരുക്കങ്ങളാണ്, അതുപോലെ കർത്താവ് എന്നെ ശിക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കുന്നില്ല, മറ്റുള്ളവർക്കെല്ലാം കിട്ടുന്നു എന്നൊക്കെ പരാതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെറിയ ചെറിയ വേദനകളും ദുഃഖങ്ങളും കർത്താവ് നമുക്ക് നൽകും. അത് നമ്മൾക്ക് കൂടുതൽ സ്നേഹം ഈശോയിലേക്ക് അല്ലെങ്കിൽ ഈശോയിലേക്ക് ആശ്രയിച്ച് കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അവിടെ നമുക്ക് ചെറിയ ചെറിയ വേദനകൾ നൽകുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19-ാമത്തെ ലിഖിതം: ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. നമുക്കിത്രയേ ഉള്ളൂ പറയാൻ കർത്താവിനോട്. കർത്താവ് നമ്മൾ ശിക്ഷിക്കും, സ്നേഹിക്കുക, ചിലപ്പോൾ ചെറിയ ചെറിയ കുറവുകളും ചെറിയ വേദനകളൊക്കെ നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം: ഈശോയെ, ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഏതെങ്കിലും ചെറിയ ചെറിയ പാപങ്ങളോ കുറവുകളോ ബലഹീനതയുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കണം. കർത്താവായ ഈശോയെ, ഞാൻ എന്നെ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. ഈശോ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.